നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തനായ വക്താവായിരുന്ന സന്ദീപ് വാര്യർ അദ്ദേഹം BJP വിട്ട് കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ വ്യത്യസ്തമായ ചർച്ചകൾ സമാജത്തിൽ നടക്കുകയാണ്. സന്ദീപ് വാര്യരെ കുറിച്ച് വളരെ നെഗറ്റീവായ വാർത്തകളും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭഗവത്ഗീതയിൽ 5000 വർഷം മുമ്പ് ഭഗവാൻ പറഞ്ഞൊരു കാര്യം എത്രമാത്രം സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ അടക്കം ഓരോ കാലഘട്ടത്തിലും പ്രസക്തമാണ് എന്ന് വെറുതെ ഓർത്തുപോയതാണ്. ഭഗവാൻ പറയുന്നു, ചതുർവിധ ഭജന്തേ മാം. 4 തരം ആളുകളാണ് അർജുന എന്നെ ഭജിക്കുന്നത്. ആരൊക്കെയാണ് 4 പേര്? ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനീച ഭരതർഷഭ എന്ന് പറയുമ്പോൾ ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി ധനത്തെ ആഗ്രഹിക്കുന്നവൻ, ജ്ഞാനി. ഈ 4 ആളുകളിൽ എനിക്ക് ഏറ്റവും പ്രിയം ജ്ഞാനിയെയാണ്. ആരാണ് ഈ 4 പേർ? നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് ആർത്തനാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുള്ളവൻ. അവരെപ്പോഴും ദൈവത്തെ ഭജിക്കുന്നു, അതിന് പരിഹാരം ദൈവം കാണിച്ചു കൊടുക്കും എന്നവൻ വിശ്വസിക്കുന്നു. അതൊരു പരിധിവരെ അവൻ്റെ മനസ്സിന് ഒരുപാട് ആശ്വാസത്തെ നൽകുന്നു. അതൊരു ടൈപ്പ് ആർത്തന്മാരാണ്. രണ്ടാമത്തേത് ദൈവത്തോട് അനർഹമായത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതും ദൈവം ചിലതൊക്കെ കൊടുക്കുകയും കിട്ടിയില്ല എങ്കിൽ ദൈവത്തോട് പിണങ്ങുകയും ചെയ്യുന്ന ആളുകൾ. അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ അമ്പലത്തിലൊക്കെ ഒരുപാട് നേർച്ച ചെയ്തു, ഇന്നിന്നേ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, എന്നിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അമ്പലത്തിലും പോകാറില്ല എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ആർത്തൻ. മൂന്നാമത്തെ ആർത്തനുണ്ട്. അവൻ ദൈവത്തോട് നിരന്തരമായിട്ട് കാര്യങ്ങൾ ആവശ്യപ്പെടും, ദൈവം അവന് കൊടുത്തുകൊണ്ടേയിരിക്കും. അവൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടും, ദൈവം അവന് കൊടുക്കും. എന്നാൽ ഒറ്റടിക്ക് ഇതെല്ലാം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിരാശയുടെ പടുകുഴിയിൽ പതിക്കുന്നവൻ. ഇതൊക്കെ ആർത്തന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. രണ്ടാമത്തേത് ജിജ്ഞാസിയാണ്, കാര്യങ്ങൾ ചോദിക്കുന്നവൻ, അറിവ് ആഗ്രഹിക്കുന്നവൻ. അർജുനൻ ജിജ്ഞാസു ആയിരുന്നു. അതായത് ഞാൻ യുദ്ധത്തിനിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഓടിയൊളിക്കുവാൻ പരിശ്രമിച്ചപ്പോൾ അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, എന്താണ് നീ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാനുള്ള കാരണം? അതിൻ്റെ കാരണങ്ങൾ അർജുനൻ വ്യക്തമാക്കുന്നു. അതിന് മറുപടി ഭഗവാൻ കൊടുക്കുന്നു. അവിടെ നീയും ഞാനും ആത്മാവും പരമാത്മാവും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന അവിടെ നിരന്തരമായ ചോദ്യങ്ങളാണ് ഭഗവാനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് അർജുനൻ. ഒടുവിൽ 18 അധ്യായം പൂർത്തിയാകുമ്പോഴാണ് അർജുനന് തൻ്റെ കർത്തവ്യം, ഒരു സൈനികനായ താൻ ചെയ്യേണ്ട കടമ എന്താണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പൊ ജിജ്ഞാസു ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ആൾ തന്നെയാണ്. മൂന്നാമത്തേത് അർത്ഥാർത്ഥിയാണ്, ധനത്തെ ആഗ്രഹിക്കുന്നവൻ. ഇപ്പൊ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെയുള്ള ധാരാളം കച്ചവടക്കാര്, വൻകിട ബിസിനസ്സുകാര് അയ്യപ്പനെ കച്ചവടത്തിന് ഷെയർ കൂട്ടും. ഈ വർഷം 1 കോടി രൂപ ലാഭം ലഭിച്ചാൽ 25 ലക്ഷം അയ്യപ്പനുള്ളതാണ് എന്ന് നേർച്ചയിടും. കൃത്യമായിട്ട് ആ 25 ലക്ഷം രൂപ ശബരിമലയിലെ പിണറായി ഭണ്ണാരത്തിൽ കൊണ്ടുപോയിട്ട് ഇടുകയും ചെയ്യും. ഹിന്ദുവിനിട്ട് എങ്ങനെ പണി കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന സർക്കാരിൻ്റെ കയ്യിലാണ് ഈ പറയുന്ന പണം കുമിഞ്ഞുകൂടുകയും ചെയ്യുക. അപ്പം ധനത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും ദൈവത്തെ ആരാധിക്കും, 99% ആളുകൾ. അതുകൊണ്ടാണ് വലിയ സമ്പന്നരുടെ വീട്ടിലെല്ലാം ധാരാളം ദൈവങ്ങൾ, മഹാലക്ഷ്മി അടക്കമുള്ളത് കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആരാധിക്കണം, ആ ഉപാസന വേണം, അർത്ഥം ധാരാളം ആവശ്യവുമുണ്ട്. നാലാമത്തേത് ജ്ഞാനിയാണ്. അറിവ് ഉറച്ചവന്റെ പേരാണ് ജ്ഞാനി. പിന്നെ അവിടെ ചോദ്യമില്ല, സംശയവുമില്ല, അറിവ് ഉറച്ചവൻ. ഇനി ഒരു ആദർശത്തിന്റെ തലത്തിൽ ഇത് പരിശോധിക്കുമ്പോൾ ആർത്തനും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസമാണ് സന്ദീപ് വാര്യരും ഒരു സാധാരണ പ്രവർത്തകനും തമ്മിലുള്ള വ്യത്യാസം. സന്ദീപ് വാര്യർ ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് പ്രസംഗിക്കാനും സംവദിക്കാനും അറിയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് സംവാദം ഞാൻ കേട്ടത് സെസൻസ് ഗ്ലോബലിൻ്റെ പരിപാടിക്ക് കോഴിക്കോട് വന്നപ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സംവാദം വളരെ മനോഹരമായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിനും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും മോദിക്കുമെല്ലാം അനുകൂലമായിട്ട് അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ വാക്കുകൾ പറയുമ്പോഴും നാളെ ഞാൻ എന്തായി തീരുമെന്ന തീരുമാനം എടുത്തോ എന്ന് നമുക്ക് അറിയില്ല. അപ്പം ഇത് ഒരുപാട് അറിവ് നേടിയ ആൾ, ഇപ്പം GS പ്രദീപ് കുമാർ അശ്വമേധം നടത്തുന്ന ആൾ, ഒരുപാട് രാജ്യങ്ങളുടെ പേരറിയാം, അതിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേരറിയാം, ഓരോ രാജ്യത്തിനും സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് അറിയാം.
പക്ഷെ അതും മൂപ്പരുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇതാണ് ആശയവാദികൾ എന്ന് പറയുന്നത്. കമ്മ്യൂണിസം പൊതുവെ ആശയവാദികളാണ്. ഈ പറയുന്ന കോൺഗ്രസ്സുകാരും ആശയവാദികളാണ്. അവരുടെ ജീവിതവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് കെ സുധാകരനും നമ്മുടെ വി ഡി സതീശനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എങ്ങനെയുണ്ട് എന്ന്. രണ്ടുപേരും ഒന്നിച്ചു വരേണ്ട ഒരു വേദിയിൽ കെ സുധാകരൻ എത്തിയിട്ടും ആര് വന്നില്ല? വി ഡി സതീശൻ വന്നില്ല. ഈ സമയത്ത് മൈക്ക് ഓണായിരുന്നു. ഈ കുറച്ച് ലേറ്റായപ്പോൾ നമ്മുടെ കെ സുധാകരൻ KPCC പ്രസിഡന്റ് ചോദിക്കുകയാണ്, ഈ ഡാഷ് എവിടെ പോയി? ആ ഡാഷ് ഏതാണ് എന്ന് നിങ്ങൾ പൂരിപ്പിക്കണം. അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഷാനിമോൾ ഉസ്മാനാണ് മൈക്ക് ഓഫ് ആക്കുന്നത്. അപ്പൊ ഇതാണ് തനതായ സ്വരൂപം. ഇതാണ് പുറത്ത് ചിരിക്കുന്നു, ആശയവുമായിട്ട് ഞങ്ങളൊക്കെ കോൺഗ്രസിന്റെ വലിയ ആളുകളാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ജീർണത ഇതൊക്കെയാണ്. ആ കൂടാരത്തിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യറും എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി ജ്ഞാനി എന്ന് പറയുന്നതാണ് അവിടെ പാലക്കാട് ജില്ലയിലടക്കം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിദാനം നൽകപ്പെട്ട ആളുകൾ, ഒന്നും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളുകൾ. നമ്മുടെ ഗണഗീതത്തിൽ ഒരു വരിയുണ്ട്, ദേവിതൻകള നാളമണിയും പുഷ്പമാലികയായിടേണ്ട, കോവിലിൽ പൊന്നൊളി പടർത്തും ദീപമാലികയായിടേണ്ട, ഭാരമകിലം പേരിടും ആധാരശിലയായി തീർന്നിടാവൂ. ലോകം കാണുന്ന പൂമാലയോ ലോകം കാണുന്ന ദീപശിഖയോ ഒന്നും എനിക്കാവണ്ട. ദേവിയുടെ ഭാരത്തെ മുഴുവൻ പേറുന്ന ആരും കാണാത്ത ആ തറയ്ക്കുള്ളിൽ എവിടെയോ കിടക്കുന്ന കല്ലുകളിൽ ഒരു കല്ലായിട്ട് എനിക്ക് മാറിയാൽ മതി. ഇതാണ് ഒരു സ്വയം സേവകൻ. രാഷ്ട്രീയ സ്വയം സേവക സംഘം 100 വർഷം മുമ്പ് 1925, അടുത്ത വർഷം 100ാമത് വാർഷികമാണ്, പരംപൂജ്യന് ഡോക്ടർ ജിയാൽ സ്ഥാപിതമായപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയിൽ 1ാമത്തെ വരിയിൽ പറഞ്ഞു, നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ. എപ്പോഴും നമസ്കാരം വാത്സല്യവതിയായ എൻ്റെ മാതൃഭൂമിക്ക്. ഈ മണ്ണിൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയ്ക്ക് സദാ നമസ്കാരം. ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോ അഹം. അല്ലയോ ഹിന്ദുഭൂമേ, നീ ഞങ്ങളെ സുഖമായി വളർത്തി. അപ്പൊ ഇനി സന്ദീപ് വാര്യർ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഹിന്ദു രാഷ്ട്രം, മുസ്ലിങ്ങൾ എവിടെ പോകും, ക്രിസ്ത്യാനികൾ എവിടെ പോകും? അതല്ല, ഹിന്ദുസ്ഥാൻ, ഭാരതം, ഇന്ത്യ, ഈ 3 പേരുകളിലാണ് നമ്മുടെ രാഷ്ട്രം അറിയപ്പെടുന്നത്. ഈ മണ്ണിന്റെ യഥാർത്ഥ പേര് ഹിന്ദുസ്ഥാനം എന്നാണ്. ഹിമാലയം സമാരഭ്യ യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷത എന്ന് വിഷ്ണു പുരാണത്തിൽ അതിന് നിർവചനമുണ്ട്. വടക്ക് ഹിമാലയം മുതൽ സിന്ധു മഹാസാഗരം, തെക്ക് സിന്ധു മഹാസാഗരം എന്ന് പറയുന്ന ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഭൂപ്രദേശം. ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ. അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ പേരാണ് ഹിന്ദു. ത്വയാ ഹിന്ദുഭൂമേ, അല്ലയോ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം, നീ ഞങ്ങളെ സുഖമായി വളർത്തി. അപ്പോൾ ഒരു ഹിന്ദുവായാൽ, പ്രത്യേകിച്ച് സംഘപരിവാരനായാൽ സന്ദീപ് വാര്യർക്ക് ഉണ്ടായിരുന്ന സൗകര്യം എന്തായിരുന്നു? ഹമാസ് ഭീകരന്മാരെന്ന് വിളിക്കാം. പക്ഷെ ഇന്ന് മുതൽ, അല്ലെങ്കിൽ രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന അന്ന് മുതൽ, പാണക്കാട് തറവാട്ടിൽ പോയി അനുഗ്രഹം മേടിച്ച അന്ന് മുതൽ ഹമാസിനെ വിശുദ്ധ പോരാളികൾ എന്നേ പറയാൻ കഴിയുള്ളൂ. 1400 ഇസ്രായേലികളുടെ കഴുത്തറക്കുന്ന കൊടും ഭീകരന്മാരെ ഇനി ശശി തരൂർ പറഞ്ഞപ്പോൾ തന്നെ തിരുത്തുവാനുണ്ടായിരുന്നു MK മുനീർ എങ്കിൽ സന്ദീപ് വാര്യർ പറഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഹമാസ് ഭീകരന്മാരല്ല, വിശുദ്ധ പോരാളികളാണ്. ഒസാമ ബിൻ ലാദൻ മഹാത്മാഗാന്ധിക്ക് തുല്യമാണ് എന്നൊക്കെ ആയിരിക്കാം ഇനിയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ കൊടും ഭീകരന്മാരെയും കൊടും ഭീകര പ്രസ്ഥാനങ്ങളെയും ഭീകരമാണ് എന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം പോലും സന്ദീപ് വാര്യർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെയാണ് സന്ദീപ് വാര്യർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. സുഖം വർദ്ധിതോഹം, നമ്മളെല്ലാം സുഖമായി വളർത്തിയ ഭൂമിയാണ്. നമുക്ക് പറയാനുള്ളത് പറയാനും വിമർശിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള രാമരാജ്യമായിരുന്നു ഇത്. ആ ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം, നീ ഞങ്ങളെ സുഖമായി വളർത്തിക്കൊണ്ടിരിക്കുന്നു. മഹാമംഗലേ പുണ്യഭൂമേ ത്വദർത്തേ, മഹാമംഗലയായ പുണ്യഭൂമേ ത്വദർത്തേ, നിനക്കായി പദത്വേഷകായോ, ശരീരം പതിച്ചുകൊള്ളട്ടെ, എൻ്റെ ശരീരം പതിച്ചുകൊള്ളട്ടെ. നമസ്തേ നമസ്തേ, ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ അമ്മയെ നമസ്കരിക്കുന്നു. ഇതാണ് RSSന്റെ പ്രാർത്ഥനയിലെ ആദ്യത്തെ 4 വരിയുടെ അർത്ഥം. ഈ മണ്ണിൻ്റെ അമ്മയാണ്, പുണ്യഭൂമിയാണ്, മാതൃഭൂമിയാണ്, പിതൃഭൂമിയാണ്, മോക്ഷഭൂമിയാണ്. ഈ മണ്ണിന് വേണ്ടി ജീവിക്കുവാനും ആവശ്യമെങ്കിൽ മരിക്കുവാനും ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ മണ്ണിനായിട്ട് എൻ്റെ ശരീരം പതിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന ആദർശത്തിൻ്റെ ഏതെങ്കിലും ഒരംശം സന്ദീപ് വാര്യരുടെ ഉള്ളിലുണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രത്തെ വിഭജിച്ച പാർട്ടിക്കൊപ്പം പോവില്ലായിരുന്നു. ഇന്നും വിഭജനത്തിനൊപ്പം നിൽക്കുന്ന, രാഷ്ട്രത്തെ എന്നും ഒറ്റിക്കൊടുക്കുന്ന ഗണ്ഡി കുടുംബത്തിനൊപ്പം ഒരിക്കലും പോവില്ലായിരുന്നു മിസ്റ്റർ സന്ദീപ് വാര്യർ.
പക്ഷെ സന്ദീപ് വാര്യരുടെ വിഷയങ്ങൾ എന്താണെന്നൊന്നും നമുക്ക് ആഴത്തിൽ അറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കണ്ണൂർ ജില്ലയിൽ നൂറുകണക്കിന് സ്വയം സേവകന്മാർ ബലിദാനികളാണ്. അവരെല്ലാവരും തന്നെ സന്ദീപ് വാര്യരെ പോലെ ചിലപ്പോൾ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അവർക്കറിയാം അവരെ തേടി മരണം വരുമെന്നറിയാമായിരുന്നു. എന്നിട്ടും അവർ ഈ ആദർശത്തെ ഉപേക്ഷിച്ചില്ല. സ്ഥാനമാനങ്ങൾ, പത്രത്തിൽ പേര് വരും, അല്ലെങ്കിൽ സ്ഥാനം കിട്ടും, കസേര കിട്ടും എന്നൊന്നും അവരാരും ആഗ്രഹിച്ചിരുന്നില്ല. 100 വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമായും, ആ കുടുംബത്തിലെ രാഷ്ട്രീയ പാർട്ടിയായ BJP ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായും, ആ കുടുംബത്തിലെ തൊഴിലാളി പ്രസ്ഥാനമായ BMS ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായിട്ടും, സംഘപരിവാർ കുടുംബത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ABVP ഭാരതത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടും, ഇങ്ങനെ 100-ൽ പരം ചെറുതും വലുതുമായ സംഘടനകളെ ചേർത്ത് കോർത്തിണക്കിയ ഒരു മഹത്തായ പ്രസ്ഥാനത്തെ സംഘപരിവാർ എന്ന് പുറത്തുള്ളവർ വിളിക്കും. സംഘം അതിനെ സംഘവും വിവിധ ക്ഷേത്രവും എന്ന പേരിലാണ് വിളിക്കുക. ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാം അഭിമാനത്തോടു കൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഒക്കെ പോകുവാൻ വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. ആരും അദ്ദേഹത്തിന് തലവെട്ടാനോ കൈവെട്ടാനോ അദ്ദേഹത്തിന് മൈൻഡ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങയുടെ നാവിന് ഇന്നു മുതൽ, അല്ലെങ്കിൽ മാറി അന്നു മുതൽ കൂച്ചുവിലങ്ങിട്ട് ഇട്ടപ്പെട്ടിരിക്കുന്നു. അങ്ങേക്ക് ഒരിക്കലും സത്യമിനി വിളിച്ചു പറയുവാൻ കഴിയില്ല. ഭീകരനെ ഭീകരൻ എന്ന് വിളിച്ചു പറയുവാൻ കഴിയില്ല. അങ്ങേക്കൊരു ചുവന്ന കുറി തൊട്ടുകൊണ്ട് അങ്ങേക്കിനി തീർച്ചയായിട്ടും പാണക്കാട് തറവാട്ടിൽ പോകാൻ കഴിയില്ല. അങ്ങയുടെ കയ്യിൽ ഒരു രാഖി കെട്ടിയിട്ട്, അത് RSSന്റെ അല്ല, രാഖി കെട്ടിയിട്ട് അങ്ങേക്ക് പോകുവാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സ്വാതന്ത്ര്യവും കോൺഗ്രസിന്റെ അഥവാ ലീഗിന്റെ പാണക്കാട് തറവാട്ടിന്റെ മുന്നിൽ അടിയറവ് വെച്ചിട്ടുള്ള ഒരു ജീവിതമാണ്, ദുസ്സഹമായ ജീവിതമാണ് അങ്ങേക്ക് വരാൻ പോകുന്നത് എന്ന് ഞങ്ങൾ വിഷമത്തോടു കൂടി നോക്കിക്കാണുകയാണ്. എന്തായാലും ഭഗവാൻ 5000 വർഷം മുമ്പ് പറഞ്ഞ ആർത്തനും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസത്തെ അറിയുക. നന്ദി, നമസ്കാരം.